ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻപഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു രുചിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു മൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണ മുര ചെയ്തു. വാരണമുഖം ഉമാവല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നീൻ മനസാ സദാകാലം. ഭാരതീദേവി ഗൗരിതാരിൽ മാനിനി ഗംഗാ സാരസ ഭവമുഖ സാരസ നിവാസിനി. വാരിജമുഖി മമ മാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും എപ്പോഴും വസിക്കേണം. സൽഗുണനിധികളാം വൽഗുരുഭൂതരുടെ തൃക്കടലനാരദം ഭക്ത്യാ ഞാൻ ഭജിക്കുന്നീൻ. ദേവഗീതനയനും മാമുനി കദംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും എന്നെ സർവകാലവും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേൻ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ദ്വിതീയ അധ്യായം. ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല, തുല്യതയില്ല കൃതയുഗത്തോടൊത്ത കാലം. ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും തുല്യതയില്ല. ഭാര്യയ്ക്കൊത്തൊരു സുഖം യഥാ ചൊല്ലേറും കൃഷിക്കൊത്ത് വിത്തവും ഇല്ലയല്ലോ. ജീവിതത്തോടു സമലാഭമില്ലൊന്നും നൂനം, കേവലം വീതാശനത്തോടൊവ്വ തപസ്സൊന്നും. ധർമ്മങ്ങൾക്കൊന്നും ദയാതുല്യതയില്ല, പാർത്താൽ ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ. സത്യത്തോടൊത്തോ രശസ്സും പുനരതുപോലെ സത്യമാധവനൊത്ത് രക്ഷിതാക്കളുമില്ല. വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല, കേശവപ്രീതിക്കെന്നു ധരിക്ക നൃപോത്തമ. തൽവ്രതവിഹീനന്മാർ ചെയ്യും സൽക്കർമ്മഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു നൂനമത്രേ. സുഹൃദഹീന തിര്യയോനിയെ പ്രാപിച്ചുടൻ അഖില കർമ്മ ബഹിഷ്കൃതനായി വരുമെടോ. ഭക്തിയില്ലെന്നാകിലും ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഭക്തനായി വരുമവൻ മുക്തിയും സിദ്ധിച്ചിടും. ബഹുവിത്തങ്ങൾ കൊണ്ടു ദാനങ്ങൾ ചെയ്താകിലും ബഹുകർമ്മങ്ങളശ്വമേധാദി ചെയ്താകിലും ദേഹികൾ വൈശാഖമാമൃതത്തെ ചെയ്തിടായകൾ ജനിക്കും ഭൂയോ ഭൂമോ മാധവ സ്നാനം ചെയ്താൾ. ജനിക്കയില്ല പിന്നെ സബലം സർവകർമ്മ അന്നദാനാദി ധർമ്മകർമ്മങ്ങളെല്ലാറ്റിനും. മന്നവ ജീവനായ തീവ്രതയറിഞ്ഞാലും വിവിധ ദാനങ്ങളിൽ ഉത്തമം ജലദാനം. അവധിഹീനമതോ വൈശാഖേ വിശേഷിച്ചും സർവതീർത്ഥങ്ങളുടെ സൽഫലം പിന്നെ. സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായി കൂടി വൈശാഖേ ജലദാനം പുണ്യവും ഒന്നിൽ ചേർത്തു. സംശയം തീർപ്പാൻ പുരാതുല്യമായി തൂക്കും നേരം ഏറെ തൂങ്ങിയതമ്പോ ദാനത്തിൻ ഫലമെടോ. നേരത്രേ പറഞ്ഞതു ഭൂപതി ധരിച്ചാലും ധരിക്കൂ സാധ്യമല്ലെന്നാകിലെന്നെ കൊണ്ടു. തനിച്ച ഭക്തിയോടെ ചെയ്യിച്ചാനെന്നാകിലും അല്പമായ പുണ്യം ഭവിക്കും അവൻ പിന്നെ. ജനിക്കയില്ല ഭൂമോ ധരിക്കാ നൃപോത്തമ, മാർഗപീഡിതരായ ജനങ്ങൾ തിരിപ്പാനായി. മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്ഥംബുദാനം ചെയ്താൽ സരസാകോടി കുലമുദ്രിത്യ വിഷ്ണുലോകെ. സരസം പൂജ്യനാകും അവനെന്നറിഞ്ഞാലും ദേവകൾ പിതൃക്കളും ഋഷികളിവരെല്ലാം ആവോളം പുകഴ്ത്തുന്ന സൽപാത്രദാനം തന്നെ.
വ്യജനം ഛത്രം ജലമെന്നിവ ഭക്തിയോടും ദ്വിജനോദാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ. മാധവമാസത്തിങ്കൾ കുടുംബിയായിടുന്ന ഭൂദേവനൊരു ജലകുംഭത്തെ നൽകിയിടാഞ്ഞാൽ ചാതകമായി തന്നെ ജനിക്കും അവൻ. ഏതും സംശയമില്ല ഭൂപതേ ധരിച്ചാലും. കുടുംബിയായ വിപ്രൻ തനിക്കു ദൃഢം പയോ കടദാനത്തെ ചെയ്താൽ അവനു വിശേഷിച്ച് 10,000 രാജസൂയം ചെയ്തതിനോടു സദൃശ ഫലമുണ്ടെന്നറിക മഹാമതേ. അതിദീനത പൂണ്ടു വരുന്ന ജനങ്ങളെ സഹൃദനായി വീശിയെന്നാകീലവൻ പിന്നെ അധിക പാവങ്ങളും വേർപെട്ടു വിമാനത്തിനധിപനായും വരുവില്ലകില്ലതീനടോ. സാദരം വ്യജനത്തെ ദാനം ചെയ്തിടാത്തവൻ വാതരോഗിയായേറ്റം ദുഃഖമാസ്വദിക്കേണം. വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു തന്നെ ദ്വിജനെ വീടുകിൽ അജലോകത്തെ കിട്ടും. മോദേന കാലവ്യജനാദികൾ നൽകിയിടായികിൽ യാതനാ ദുഃഖം പൂണ്ടു ഭൂമിയിൽ പിറന്നവൻ കസ്മലനാകും അവൻ. അധ്യാത്മികാദി ഭുജിച്ചാത്മദുഃഖേന വസിച്ചിടുമെന്നറിഞ്ഞാലും വൈശാഖമാസി ഛത്രദാനം ചെയ്തിടാത്തവൻ പൈശാചവംശേ നിഴൽ കൂടാതെ വനം തന്നിൽ ക്രൂരചേതസ പിറന്നാദവങ്ങളുമേറ്റു ഭൂരിവത്സരം കാലമുഴലുമവനടോ. പാതുകദാനം ചെയ്ത മനുഷ്യൻ തന്നെ കണ്ടാൽ ഭീതി പൂണ്ടന്തകൻ്റെ ദൂതന്മാരൊളിച്ചിടും. മാധവമാസം തന്നിൽ സാദരം ദാനമെന്നാൽ മാധവലോകം തന്നിൽ ആദി തീർന്നിരുന്നിടാം. ഐഹിക സുഖങ്ങളും അധികം ഭുജിച്ചിടാം. മഹിത ഗുണാംബുദേ സുദൃഢം മഹീപതേ. പാതുകം ചോദിച്ചിടും ഭൂദേവശ്രേഷ്ഠനതു മാധവേദാനം ചെയ്താൽ ഏതും സംശയമിന്നേ. കോടിഭൂപാല ജന്മം അവനു സിദ്ധിച്ചിടും കൈടഭ വൈരിയുടെ കൽപ്പിതമേവമെടോ. ചോൽപ്പൊങ്ങും പെരുവഴി അമ്പലം നിർമ്മിച്ചോരു സൽകുമാരുടെ പുണ്യപൗരുഷം നിരൂപിച്ചാൽ വർണ്ണിപ്പാൻ ശക്തി പോരാ ഭൂതലവാസികൾക്കും പിന്നിലുള്ളവർക്കും നിർണയം ധരാപതേ. മധ്യാഹ്നെ മാർഗശ്രാന്തനായ ഭൂദേവനന്നം ഭക്തസന്തോഷത്തോടും നൽകിയിടും അവനുടെ പുണ്യത്തിനവസാനമില്ലെന്നു നിരൂപിച്ചു പുണ്ടരീകോത്ഭൂതനും വണ്ണമരുൾ ചെയ്തു. അന്നദാനത്തിൻ ഫലമിങ്ങനെ ചൊല്ലുന്നു ഞാൻ മന്നവ മറ്റൊന്നില്ല തുല്യമായൊര ചെയ്യുവാൻ. അന്നമില്ലാഞ്ഞാൽ അർത്ഥപുത്രഭാര്യാദിഗ്രഹമെന്നിവ സഫലമല്ലെന്നതും നൂനമല്ലോ. വസ്ത്രാദ്യലങ്കാരാദി ഭൂഷണജാലങ്ങളും എത്രയും ദുഃഖം അന്നം ഭുജിച്ചിടാഞ്ഞാലടോ. അന്നം വൈശാഖെ നൽകിയിടാത്തവൻ പിശാചായി തന്നെ മാംസം തന്നെ ഭുജിച്ചു ദുഃഖിച്ചിടും. ശക്തിക്കു തക്കവണ്ണം ദാനം മാധവേ വേണം. ഭക്തിയും സന്തോഷവും ഉൾക്കൊണ്ടേ ഫലം വരൂ. അന്നതൻ മാതൃപിത്രാദികളെ മറക്കുന്നു അന്നത്തെ പുകഴ്ത്തുന്നു ത്രൈലോക്യവാസികളും. അന്നദാതാരം പിതാവെന്നതുപോലെ തന്നെ ധന്യരായുള്ള ജനം വന്ദനം ചെയ്തിടുന്നു. സർവദേവതമാരും സർവതീർത്ഥവും പിന്നെ സർവവേദവും അന്നദാനത്തിൽ നിന്നിടുന്നു. ഇന്ദിരാവരനുടെ ശാസനമേവമെന്നു മന്നവ ശിഖാമണി മാനസേ ധരിക്കടോ. ചൊല്ലേറും വൈശാഖമാഹാത്മ്യത്തിൽ 2 അധ്യായം ചൊല്ലിനേനിനി ശേഷം ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ഇതി വൈശാഖമാഹാത്മ്യേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.